സർക്കാരിന്റെ ഇൻഫ്ലുവൻസും വേണ്ട മേഖലകളിൽ കുറെ കൂടി കാര്യക്ഷമമായിട്ട് ഇൻഫ്ലുവൻസും വേണമെന്നുള്ളതാണ്. മീറ്റിംഗിൽ എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചു വ്യക്തമായിട്ടുള്ള അഭിപ്രായം പറയാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ വിലയിരുത്താൻ വേണ്ടിയുള്ള വളരെ മോശമായിട്ടുള്ള കാര്യം. കേന്ദ്ര സർക്കാർ സാധാരണഗതിയിൽ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായാൽ വിശദമായ റിപ്പോർട്ട് വരുന്നതിന് കാത്തിരിക്കേണ്ട കാര്യമില്ല. പ്രിലിമിനറി ഒരു എമൗണ്ട് സംസ്ഥാനങ്ങൾക്ക് നൽകും. അത് കഴിഞ്ഞ് വിശദമായ റിപ്പോർട്ട് വന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്ത് കൊണ്ടു കൊടുക്കാണ് പതിവ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഇത്രയും വലിയൊരു ദുരന്തം ഉണ്ടായിട്ടും ആശ്വാസ നടപടികളിൽ കാര്യമായ ഇനീഷ്യേറ്റീവ് കേന്ദ്രം എന്തുകൊണ്ട് എടുക്കുന്നില്ല? സംസ്ഥാന ഗവൺമെന്റിനെയാണ് അവർ കുറ്റം പറയുന്നത്. ഇത് പരസ്പരം കുറ്റം പറഞ്ഞു പോകേണ്ട കാര്യമാണ്. സാധാരണത്തിൽ ദുരന്ത മുഖത്ത് ഇതിപ്പോൾ പാർലമെന്റിൽ എത്ര പ്രാവശ്യം ചർച്ച ചെയ്തതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് തന്നെ പാർലമെന്റിൽ 2 പ്രാവശ്യം വിഷയം ഉന്നയിച്ചിട്ട് സഹായിക്കണം എന്ന് പറയുക, വയനാടിനൊരു പാക്കേജ് അനുവദിക്കണം എന്ന് പറഞ്ഞതാണ്. അതൊക്കെ വരട്ടെ, അത്യാവശ്യം വേണ്ടുന്ന സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള അടിയന്തര സഹായം പോലും നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് പറയുന്നത് തീർത്തും നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ സ്റ്റേറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, സ്റ്റേറ്റിൽ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രത്യേകമായ ആളുകൾക്കുണ്ട്. ദുരന്തഭൂമിയിൽ ഇപ്പോഴും ബാക്കി നിൽക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചൊന്നും അവർക്ക് ജീവിക്കണ്ടേ? അവരുടെ ദൈനംദിന ജീവിതങ്ങളിലേക്ക് അവർ പോകുമ്പോൾ ഓരോ കാര്യത്തിനും അവർക്കതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലുണ്ട് ബുദ്ധിമുട്ട്, കുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ താമസക്കാര്യത്തിലുണ്ട്. ഇത്തരം കാര്യങ്ങളിലൊന്നും വ്യക്തമായിട്ടുള്ള ഒരു വയനാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കാനായി പോവുകയാണല്ലോ. പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുന്നു. അപ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് ആത്മവിശ്വാസം? ഈ സംഘടനാ പ്രവർത്തനത്തിലൊക്കെ ഒരു തൃപ്തി ഉണ്ടോ നിലവിലെ സാഹചര്യത്തിൽ? അല്ല, ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കുറവേ ഇല്ല. അയാൾ മുൻപ് പറയുന്നുണ്ടോ, റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പ്രിയങ്ക ഗാന്ധി ഇവിടുന്ന് വിജയിക്കും. അപ്പോൾ അക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാ ഒരുക്കങ്ങളും പാർട്ടിയുടെ അതിനിടയിലാണ് ദുരന്തം വന്നത്. ആ ദുരന്തം വന്ന പ്രദേശങ്ങളിലും അതുമായി ബന്ധപ്പെട്ട എഫക്റ്റിലായ കാര്യങ്ങളിലും ഒക്കെ മറ്റു പ്രവർത്തനങ്ങളൊന്നും നമ്മൾ നടത്താറില്ല. പക്ഷെ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒക്കെ സജീവമാകും എന്നുള്ളതിന് ഒരു സംശയമില്ല. അത് കൃത്യമായിട്ട് അതൊക്കെ ഇപ്പൊ സാധാരണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനാണ് ഒരുപാട് സമയം വേണ്ടി വരുന്നത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്ഥാനാർത്ഥി നേരത്തെയായി. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി മുഴുവൻ സമയം ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തൊന്ന് പ്രവർത്തിക്കുമോ? എങ്ങനെയാ അതിന്റെ ഒരു അല്ല, ഈ ഇലക്ഷന്റെ ഷീഡ് ഞങ്ങൾ ധരിച്ചത്, നമ്മളെല്ലാം ധരിച്ചത് എന്തായിരുന്നു, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ദിവസം ഇലക്ഷന്റെ കൂടെ നടത്തുന്നതാണ്. അത് പിന്നെ വയനാട് ഒരു കാഷ്വാലിറ്റിയും വന്നു. ആ കാരണം പറഞ്ഞത് മാറ്റി. ഇനിയിപ്പോൾ മഹാരാഷ്ട്ര, ജാർഖണ്ഡ് ഇലക്ഷനാണ് വരാനുള്ളത്. ആ ഇലക്ഷന്റെ കൂടെ എന്തായാലും ഉണ്ടാവണം. 6 മാസം കൂടെ ഇലക്ഷൻ നടത്തുന്നതാണല്ലോ നിയമം. നവംബറിൽ 6 മാസം തീരും. അപ്പോൾ ഞങ്ങൾ ഇലക്ഷൻ തയ്യാറാണ്. പ്രിയങ്കാജിക്ക് മറ്റു പ്രദേശങ്ങളിലും പ്രചരണത്തിന് പോകേണ്ടി വരും. എന്തായാലും ഇവിടെ സമയം ചിലവഴിക്കും. തൃശ്ശൂര് കെ മുരളീധരൻ ആദ്യം കുറെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലിപ്പോ പൂരം കലക്കുന്ന ഡെലിബറേറ്റിലായി നടന്നതാണ് എന്നാണ് വരുന്നത്. ഇപ്പോ ADGP കൊടുത്ത റിപ്പോർട്ടിന് വിയോജനക്കുറിപ്പോടെയാണ് DGP മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴും രീതി തന്നെ തെറ്റല്ലേ? ADGPക്കായിരുന്നു അവിടെ പൂർണ്ണ ഉത്തരവാദിത്വം. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ചാണ് ആക്ഷേപം കേൾക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു റിപ്പോർട്ട് എങ്ങനെയാണ് ഒതന്റിക് ആവുന്നത്? അപ്പൊ നമ്മളെ കുറിച്ച് അന്വേഷിക്കാൻ നമ്മളെത്ര ചുമതലപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത്? ഗവൺമെന്റ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നോ? സത്യത്തിൽ ഗവൺമെന്റ് ചെയ്തത് തെറ്റായ കാര്യമല്ല. എന്തായാലും DGPയുടെ റിപ്പോർട്ട് വരട്ടെ. എന്തിനായിരിക്കും ഇത് നേരത്തെ നമ്മുടെ വയനാട്ടിലെ കാൻഡിഡേറ്റ് സൂചിപ്പിച്ചതല്ലേ, CPIയുടെ. ഇത് ആദ്യമായിട്ട് പ്രതിപക്ഷത്തിന് മുമ്പേ പറഞ്ഞത്, കോൺഗ്രസ് പാർട്ടിക്ക് മുമ്പേ പറഞ്ഞത് CPIയുടെ നേതാവ് പറഞ്ഞത് കേരളത്തിലെ പോലീസിൽ അത് ഉണ്ടെന്നുണ്ട്. ഇപ്പം വന്നിരിക്കുന്ന ഒരു കാര്യം ഉറപ്പാണല്ലോ, ADGP RSSന്റെ നേതാക്കന്മാരുമായി സംസാരിച്ചു. അദ്ദേഹത്തിന്റെ പബ്ലിക് ആയിട്ടുള്ള കാർ മാറ്റിവെച്ച് പ്രൈവറ്റ് കാറിൽ സംസാരിച്ചു. അപ്പൊ എന്തോ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള രഹസ്യ കാര്യം ഒന്നിക്കലൊരു സന്ദേശം കൈമാറാൻ, അല്ലെങ്കിൽ എന്തോ കാര്യം ഡിസ്കസ് ചെയ്യാനാണ് പോയെന്ന് വ്യക്തമല്ല. അല്ലെങ്കിൽ സർക്കാർ RSS നേതാവിനെ കാണണം താല്പര്യമുള്ളവരാണെങ്കിൽ സർക്കാർ കാറിൽ നേരിട്ട് പോയാൽ ആരും അത്ഭുതം പറയില്ല. ഇത് രഹസ്യമായിട്ടുള്ള ഒരു സന്ദർശനം, അതും മുഖ്യമന്ത്രിയും ഗവൺമെന്റും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. എനിക്ക് മനസ്സിലാവുന്നില്ല CPM പോലൊരു പാർട്ടി എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എടുക്കുന്നത്. ഇത്രയും ഗൗരവതരമായ ഒരു കാര്യം വന്നിട്ടും ആ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ലൈറ്റായിട്ട് എടുക്കുന്നത്? എന്തായിരുന്നു ഡീല്? ഇനി സ്വകാര്യ ആവശ്യത്തിനുള്ളതാണോ? അത് പറയട്ടെ. അപ്പൊ ഇത് വ്യക്തമാണ്. ഈ കാര്യമായ സംശയമില്ല. CPM-ഉം BJP-യും RSS-ഉം ഒക്കെ ആയിട്ടുള്ള രഹസ്യ ഡീലിന്റെ ഭാഗമാണ് ഇത് എന്നുള്ളത് ഓരോ ദിവസം കഴിയുന്തോറും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് മുഖ്യമന്ത്രിയുടെ മൗനം അക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ ദിവസം അത് ഗൗരവമുള്ള കാര്യമാണ്. ഗൗരവമുള്ള കാര്യം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എന്നിട്ട് ആരെ ഏൽപ്പിച്ചത് അന്വേഷിക്കാൻ?
അതേ ആരോപണം നേരിടുന്ന ആള് അതേ റിപ്പോർട്ട് കൊടുക്കുന്നു. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങളിൽ വന്നതാണ് കാര്യം റിപ്പോർട്ട് വന്നിരിക്കാമെന്ന് എനിക്കറിയില്ല. DGP അതിനെ അംഗീകരിക്കുന്നില്ല എന്ന് പറയും. ഇതെല്ലാം കൂടെ ആകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരിക്കലും ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര പാർട്ടിയാണെങ്കിൽ ആരോട് പറയാം? പക്ഷെ ഇത് ഗൗരവതരമായ കാര്യമല്ലേ? ഉത്തരവാദപ്പെട്ട പാർട്ടി നേതാക്കന്മാര് ഈ കാര്യത്തിൽ മൗനം പാലിക്കുന്നത് അങ്ങേയറ്റത്തെ വളരെ വളരെ നിർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഇരിക്കുന്ന പദവി എന്ന് പറയുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന രീതിയിലാണ്. അപ്പൊ ഇത്രയും ഗുരുതരമായ ആരോപണം വന്നിട്ട് ആ സ്ഥാനത്ത് അദ്ദേഹം തുടരുക എന്ന് പറയുന്നത് വലിയ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള അർത്ഥമല്ലേ? സ്വാഭാവികം. വിയോജനം അറിയിച്ചിരുന്ന ഭരണകക്ഷി MLA-യും ഇപ്പൊ മൗനത്തിലേക്ക് നിർബന്ധിതാവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് CPM ഇക്കാര്യത്തിൽ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നു ഗവൺമെന്റ്. ഇത് മനസ്സിലാവുന്നവരാണ് കേരളത്തെ സമീപം. ഗവൺമെന്റ് ആ ട്രാൻസ്പെറൻസി കാണിച്ചു കൊടുക്കേണ്ടത് ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമാണ്. ഒരു ഹരിയാന തെരഞ്ഞെടുപ്പിലെ ഈ കുമാരി ഷെൽജയുടെക്ക് കുറെ നാൾ അവർ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ചിരുന്നു. സുർജേവാലയ്ക്ക് പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നുണ്ട്. എന്താ ഒരു സാഹചര്യം? പരിഹരിച്ചല്ലോ. ഷെൽജയുടെ പത്രസമ്മേളനം കണ്ടില്ലേ? സുർജേവാല എല്ലാവരും സജീവമായിട്ടുണ്ട്. നാളെ രാഹുൽ ഗാന്ധിയുടെ പര്യടനം ഉണ്ട്. അവിടെ എല്ലാവരും ഉണ്ടാവും. ജോയിന്റ് പ്രചരണത്തിലുണ്ട്. എല്ലാവരും ഉണ്ട്.